പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആമേൻ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തീയ ജീവിതം നമ്മുടെ പദ്ധതിയിലല്ല, ശക്തിയിലല്ല, ദൈവത്തിൻ്റെ കൃപയിലാണ് ആരംഭിക്കുന്നത്. അതുപോലെ അത് നമ്മുടെ കഴിവിലല്ല, ദൈവത്തിൻ്റെ വിശ്വസ്തതയിലാണ് പൂർത്തിയാക്കാൻ കഴിയുന്നത്. ജീവിത പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന സംഘർഷങ്ങളും ഭയങ്ങളുമൊക്കെ മനുഷ്യൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികൂല കാലഘട്ടങ്ങളിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഭാവി എങ്ങനെയാകും? ജീവിത പ്രതിസന്ധികളിൽ വിശ്വാസത്തിൽ ഇടറിപ്പോകുമോ? ദൈവം എന്നെ ഉപേക്ഷിക്കുമോ? എൻ്റെ വാർദ്ധക്യത്തിൻ്റെ നിസ്സഹായതയിൽ ആരാണ് എന്നെ സഹായിക്കാനുണ്ടാവുക? അങ്ങനെയുള്ള ഭയാശങ്കകൾ നമ്മുടെ സമാധാന ജീവിതത്തിന് വലിയ വെല്ലുവിളികളാണ്. പൗലോസ് അപ്പോസ്തലൻ നൽകുന്ന ഉപദേശം ഈ ഭയങ്ങളെയൊക്കെ അതിജീവിക്കാൻ നമുക്ക് സഹായകമാണ്. ഫിലിപ്പ്യ ലേഖനം 1:6 നിങ്ങളിൽ സൽപ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ ദിനമാകുമ്പോഴേക്കും അത് പൂർത്തിയാക്കുമെന്ന് എനിക്ക് ബോധ്യമുണ്ട്, ഉറപ്പുണ്ട്. ആരംഭിച്ച ദൈവം അനുഗ്രഹകരമായി പൂർത്തിയാക്കുമെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ആകാംക്ഷപ്പെടേണ്ടതില്ല. 138 സങ്കീർത്തനം 8 വാക്യം നമുക്കിതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. എന്നെക്കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും. കർത്താവേ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അങ്ങയുടെ സൃഷ്ടിയെ ഉപേക്ഷിക്കരുതേ. ആരംഭിച്ചതെല്ലാം പൂർത്തിയാക്കുന്ന ദൈവത്തെക്കുറിച്ച് 4 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ജീവിതത്തെക്കുറിച്ചുള്ള ആകാംക്ഷയും ആകുലതയ്ക്കുമൊക്കെ ഒരു പരിഹാരമാകും. ഇതൊന്നും നമ്മുടെ കൈകളിലല്ല. ആരംഭിച്ചവൻ അത് തുടർന്ന് നടത്തും, അനുഗ്രഹകരമായി അവസാനിപ്പിക്കും എന്ന ഒരു ഉറച്ച വിശ്വാസത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന 4 കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തേത്, നമ്മുടെ ജീവിതത്തിലെ എല്ലാ നല്ല പ്രവൃത്തികളും ആരംഭിച്ചത് ദൈവമാണ്, നമ്മളല്ല. യോഹന്നാൻ 15:16 നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നാം ദൈവത്തെ അന്വേഷിക്കുന്നതിന് മുമ്പ്, വളരെ മുമ്പ് ദൈവം നമ്മെ അന്വേഷിച്ചു. നമ്മുടെ രക്ഷ, മാനസാന്തരം, വിശ്വാസം അതൊക്കെ ദൈവത്തിൻ്റെ ദിവ്യ പദ്ധതിയിൽ നടന്ന കാര്യങ്ങളാണ്. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിയും നടക്കും. ഒരു ശില്പി ഒരു കല്ല് കയ്യിലെടുക്കുമ്പോൾ അതിൽ നിന്നും താൻ സൃഷ്ടിക്കാൻ പോകുന്ന രൂപം അവൻ്റെ മനസ്സിലുണ്ടാകും. എന്നാൽ മറ്റുള്ളവർക്ക് അതൊരു സാധാരണ കല്ലായി തോന്നും. ശില്പി അതിനുള്ളിൽ താൻ സൃഷ്ടിക്കാൻ പോകുന്നത് എന്താണെന്ന് തൻ്റെ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് ദൈവം നമ്മിൽ മറ്റാർക്കും കാണാത്ത ഒരു സാധ്യത
വളരെ മുമ്പ് കാണുകയും അവൻ്റെ അത്ഭുത പ്രവൃത്തി നമ്മിൽ ആരംഭിക്കുകയും ചെയ്തു. അതാണ് ഇന്നത്തെ നമ്മൾ. ആ സാധ്യത ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കൾക്ക് കാണുവാൻ കഴിഞ്ഞിരിക്കില്ല, സഹോദരങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ജീവിത പങ്കാളിയും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മുടെ ദൈവം വളരെ വളരെ മുൻപേ കണ്ടു. സഹോദരന്മാർ പൊട്ടക്കിണറിൽ കിടക്കുന്ന ജോസഫിനെ കണ്ടപ്പോൾ ദൈവം ഈജിപ്തിലെ ഉന്നത അധികാരിയായ ജോസഫിനെ അന്ന് തന്നെ കണ്ടു. അമ്മയുടെ ഉദരത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മളിലൂടെ പൂർത്തിയാക്കേണ്ട അത്ഭുത പ്രവൃത്തികൾ ദൈവം തീരുമാനിച്ചു ആരംഭിച്ചിരുന്നു. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിലെ എല്ലാ നല്ല പ്രവൃത്തികളും ആരംഭിച്ചത് ദൈവമാണ്, നമ്മളല്ല. രണ്ടാമത്, ദൈവം ഒരിക്കൽ ആരംഭിച്ച പ്രവൃത്തി ഉപേക്ഷിക്കില്ല. എബ്രായർ 13:5 ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ട്. വളരെ കംഫർട്ടിംഗ് ആയിട്ടുള്ള ഒരു ഉപദേശമാണ് ഇത്. ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ആത്മീയ വീഴ്ചകളും തകർച്ചകളുമൊക്കെ ഉണ്ടാകും. പത്രോസ് തള്ളിപ്പറഞ്ഞു, യോന ദൈവത്തിൻ്റെ വഴിവിട്ടോടി, ഏലിയാവ് നിരാശനായി മരണത്തെപ്പറ്റി ചിന്തിച്ചു. എന്നാൽ അവരെ ഒന്നും ദൈവം ഉപേക്ഷിച്ചില്ല. അവരെ കൊണ്ട് നടത്തുവാൻ തീരുമാനിച്ചിരുന്ന നിയോഗങ്ങളിൽ നിന്ന് അവരെ പിടിച്ചു മാറ്റിയില്ല. നമ്മുടെ വിശ്വാസം ചിലപ്പോൾ ദുർബലമായേക്കാം, പക്ഷേ ദൈവത്തിൻ്റെ വിശ്വസ്തത ഒരിക്കലും ദുർബലമാവില്ല. ഒരു അധ്യാപകൻ വിദ്യാർത്ഥിയെ പഠിപ്പിക്കുമ്പോൾ പലപ്പോഴും കുട്ടിക്ക് മനസ്സിലാകാതെ വന്നേക്കാം, ഉത്തരം തെറ്റിപ്പോയേക്കാം. എന്നാൽ ക്ഷമയുള്ള അധ്യാപകൻ അവനെ പഠിപ്പിക്കുന്നത് നിർത്തില്ല. അവനെ വീണ്ടും വീണ്ടും വളരെ ക്ഷമയോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. അങ്ങനെ തന്നെയാണ് പാപത്തിൽ വീഴുകയും വഴിതെറ്റിപ്പോവുകയും ചെയ്യുന്ന നമ്മെ ദൈവം കൈപിടിച്ച് ക്ഷമയോടെ മുന്നോട്ട് നടത്തുന്നത്. അതുകൊണ്ടല്ലേ ഇന്നും നിയോഗങ്ങളിൽ വിശ്വസ്തരായി നമുക്ക് നടക്കാൻ കഴിയുന്നത്. എപ്പോഴും നമ്മൾ ഓർക്കണം, വിളിച്ചവൻ വിശ്വസ്തനാണ്, വീണ്ടും വീണ്ടും അവസരങ്ങൾ നൽകുന്നവനാണ്. Our God is a God of second chance. മൂന്നാമത്, ദൈവം ഓരോ വ്യക്തിയിലും ചരിത്രത്തിലും ആരംഭിച്ച പ്രവൃത്തികൾ തീർച്ചയായും പൂർത്തിയാക്കും. അവൻ ആരംഭിച്ച രക്ഷാപ്രവൃത്തി, വിശുദ്ധീകരണം, ആത്മീയ വളർച്ച, അതെല്ലാം പൂർത്തിയാക്കും. പാതി വഴിയിൽ നിർത്തില്ല, ഉപേക്ഷിക്കുകയുമില്ല. റോമലേഖനം 8:30 നമുക്ക് വളരെ സുപരിചിതമാണ്. താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. ഇത് ഓരോരുത്തരുടെ ജീവിതത്തിലും ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. മനുഷ്യൻ്റെ പല പദ്ധതികളും കൺസ്ട്രക്ഷനുമൊക്കെ പാതി വഴിയിൽ മുടങ്ങിപ്പോകാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതികളിൽ ഒരിക്കലും അപൂർണത ഉണ്ടാവില്ല. ഓരോ വ്യക്തിയിലുമുള്ള ദൈവത്തിൻ്റെ സ്പിരിച്വൽ കൺസ്ട്രക്ഷൻ വർക്ക് കൃത്യസമയത്ത് പൂർത്തിയാക്കും.
യോഹന്നാൻ 14:3 പരിപൂർണതയിലെത്തിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ചുള്ള നമ്മുടെ കർത്താവിൻ്റെ പ്രഖ്യാപനം നമുക്ക് വളരെ ആശ്വാസമാണ്. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. മരണത്തെ ദുരന്തം, നഷ്ടം, അവസാനം എന്നൊക്കെ ലോകം വിളിക്കുമ്പോൾ ദൈവം എന്താണ് അതിനെക്കുറിച്ച് കാണുന്നത്? ഒരു കൂട്ടിക്കൊണ്ടുപോകലാണ്. ഈ ജീവിതത്തിൽ ആരംഭിച്ചത്, ദൈവം കൈപിടിച്ചു നടത്തിയത്, മരണത്തിനപ്പുറത്തേക്ക് കൈപിടിച്ച് നടത്തിക്കൊണ്ടു പോകുന്ന വിശ്വസ്തനാണ് നമ്മുടെ ദൈവം. യെശയ്യാപ്രവചനം 60:22 കുറഞ്ഞവൻ 1000-ഉം ചെറിയവൻ മഹാജാതിയുമായിത്തീരും. യഹോവയായ ഞാൻ തക്ക സമയത്ത് അതിനെ ദീർഘമായി നിവർത്തിക്കും. നമ്മുടെ ദൈവം നിവർത്തിക്കുന്ന ദൈവമാണ്. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. നമ്മുടെ നിയോഗങ്ങളുടെ വഴിയിൽ പലരും തടസ്സം സൃഷ്ടിക്കും. സാത്താൻ നമ്മളെ വല്ലാതെ ശല്യപ്പെടുത്തും. പക്ഷേ നമ്മളിലൊരു നല്ല പ്രവൃത്തി ദൈവം ആരംഭിച്ചത് പൂർത്തിയാക്കും. നിത്യത വരെ നമ്മെ കൈപിടിച്ചു നടത്തും. നാലാമത്, നമ്മുടെ ആത്മവിശ്വാസം ഒരിക്കലും നമ്മുടെ കഴിവിലായിരിക്കരുത്. ദൈവത്തിൻ്റെ ദിവ്യ പരിപാലനത്തിൽ ആയിരിക്കണം. സദൃശവാക്യം 3:5-6 നമുക്ക് വായിക്കാം. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക. സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കരുത്. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആയിരിക്കട്ടെ. അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. ദൈവാശ്രയത്തോടെ, സ്വന്തം വിവേകത്തിൽ അഹങ്കരിക്കാതെ മുന്നോട്ട് പോകുന്നവർക്കുള്ള ദൈവത്തിൻ്റെ വലിയ വാഗ്ദാനം എന്താണ്? വഴി തെളിച്ചു തരും. ഹി വിൽ സ്ട്രെയിറ്റൻ യുവർ പാത്ത്. എൻ്റെ കഴിവ്, എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ പദവി, എൻ്റെ പബ്ലിക് റേറ്റിംഗ്, ബാങ്ക് ബാലൻസ്, ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം പൂർത്തിയാക്കാമെന്ന് ചിന്തിക്കുന്നത് അബദ്ധമാണ്. അത് എത്രയോ ആളുകൾക്കാണ് സാധിക്കാതെ പോയിട്ടുള്ളത്, അല്ലേ? കളപ്പുര നിറഞ്ഞപ്പോൾ ദൈവത്തെ കൂടാതെ മെഗാ പ്രോജക്റ്റിൻ്റെ കണക്ക് കൂട്ടിയ ധനവാനെ കർത്താവ് വിളിച്ചത് വിഡ്ഢി എന്നാണ്. നമ്മുടെ പ്രത്യാശ നമ്മുടെ പരിശ്രമത്തിൽ ഒരിക്കലും ആയിരിക്കരുത്. പരിശ്രമം വേണം. ദൈവത്തിൻ്റെ കൃപയിലാണ് നമ്മളെപ്പോഴും ആശ്രയിക്കേണ്ടത്. പൗലോസ് അപ്പോസ്തലൻ്റെ ക്രിസ്തീയ ജീവിതം സ്വയം പര്യാപ്തതയുടെ യാത്രയായിരുന്നില്ല, ദൈവ പര്യാപ്തതയുടെ യാത്രയായിരുന്നു. ഇത് അപ്പോസ്തലനിൽ നിന്ന് കണ്ട് കേട്ട് പഠിക്കേണ്ട ഒരു വലിയ മാതൃകയാണ്. 2 തീമോത്തിയോസ് 1:12 ഇക്കാരണത്താലാണ് ഞാൻ ഇപ്പോൾ ഇവയെല്ലാം സഹിക്കുന്നത്. ഞാൻ അതിൽ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ ഞാൻ ആരിലാണ് വിശ്വാസമർപ്പിച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയാം. എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നവയെല്ലാം ആ ദിവസം വരെയും ഭദ്രമായി കാത്തു സൂക്ഷിക്കാൻ അവന് കഴിയുമെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. എന്തൊരു സമർപ്പണമാണല്ലേ! ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. എൻ്റെ ബുദ്ധി കൊണ്ട്, എൻ്റെ വിശിഷ്ടമായ ചില സ്കില്ല് കൊണ്ട് ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു എന്നൊക്കെ അവകാശവാദങ്ങൾ പുറപ്പെടുവിക്കുന്നത് എത്ര ലജ്ജാകരമാണല്ലേ!
നിന്നതല്ല, ദൈവം നിർത്തിയതാണ്. നടന്നതല്ല, ദൈവം കൈപിടിച്ച് നടത്തിയതാണ്. ഈ ഒരു വിനയഭാവം നമുക്കുണ്ടാകുമ്പോഴാണ് നമ്മൾ ആരംഭിച്ച നല്ല പ്രവൃത്തി അനുഗ്രഹകരമായി പൂർത്തിയാക്കാൻ ദൈവം നമ്മോട് കൂടെ ഉണ്ടാകുന്നത്. ധിക്കാരികളും അഹങ്കാരികളും സ്വയകേന്ദ്രീകൃതമായി ചിന്തിക്കുന്നവരുടെ കൂടെ ദൈവത്തിൻ്റെ ഈ ദിവ്യപരിപാലനം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് മേരി മാതാവ് പറഞ്ഞത്, ശക്തനായവൻ വലിയ കാര്യങ്ങൾ എന്നിൽ ചെയ്തു. ഇതിൽ കൂടുതൽ എന്താണ് ഒരു സമർപ്പണം, ഇല്ലേ? പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ പലവിധത്തിലുള്ള ജീവിത സംഘർഷങ്ങളിലായിരിക്കാം. പരാജയപ്പെട്ടവരായിരിക്കാം, വീണുപോയവരായിരിക്കാം, ആത്മീയമായി തകർച്ചയിലായിരിക്കാം. എന്നാൽ ഒരു കാര്യം നമ്മൾ മറക്കരുത്, നമ്മളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച കർത്താവ് വിശ്വസ്തനാണ്. അവൻ ഒരു നാളും നമ്മെ ഉപേക്ഷിക്കില്ല. അവൻ നമ്മിൽ തുടങ്ങിയത് തീർച്ചയായും പൂർത്തിയാക്കും. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം നമ്മുടെ പ്രവൃത്തിയിലായിരിക്കരുത്. പ്രതിസന്ധികളിൽ നമ്മൾ നിരാശപ്പെടരുത്. കർത്താവിൻ്റെ പ്രവൃത്തി, കർത്താവിൻ്റെ അത്ഭുതകരമായ ശക്തി നമ്മോട് കൂടെ ഉള്ളതുകൊണ്ട് പടക്കുട്ടങ്ങളുടെ മേൽ ചാടിക്കയറി പ്രതിസന്ധികളുടെ തിരമാലകളെ മുറിച്ച് നമ്മൾ മുന്നേറും. ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, പലപ്പോഴും ഞങ്ങൾ ദുർബലരും നിരാശരുമൊക്കെ ആയി പോകാറുണ്ട്. എന്നാൽ ഇന്ന് ഞങ്ങൾക്ക് നൽകിയ വചനത്തിലൂടെ ഞങ്ങളെ ആശ്വസിപ്പിച്ചതിനായി സ്തോത്രം. രോഗങ്ങൾ, പ്രതിസന്ധികൾ, ശത്രുത, ബലഹീനത, ഇല്ലായ്മ തുടങ്ങിയ പരിമിതികളുടെ മുമ്പിൽ വളരെ വിഷമത്തോടെ നിൽക്കുമ്പോൾ ദൈവമേ, നീ ഞങ്ങൾക്കൊരു ഉറപ്പ് തരുന്നുണ്ട്. നിന്നിൽ ഞാൻ ആരംഭിച്ചത് ഞാൻ പൂർത്തിയാക്കും. ഞങ്ങളിൽ ആരംഭിച്ച പ്രവൃത്തി യേശുക്രിസ്തുവിൻ്റെ നാൾ വരെ നാഥ തികയ്ക്കണമേ. ഞങ്ങളുടെ ആത്മീയ ജീവിതം പാതി വഴിയിൽ തകർന്നു പോകാതിരിക്കാൻ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞങ്ങളെ ശക്തരാക്കി സാത്താന്യ ശക്തികളെ അതിജീവിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. സ്വന്തം ശക്തിയിൽ ആശ്രയിക്കാതെ അങ്ങയുടെ വിശ്വസ്തതയിൽ ആശ്രയിക്കാൻ നാഥ ഞങ്ങളെ പഠിപ്പിക്കണമേ. നിരാശയിൽ കഴിയുന്നവരെ ഉയർത്തണമേ. വീണുപോയവരെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കണമേ. യഥാസ്ഥാനപ്പെടുത്തണമേ. ആത്മീയമായി ക്ഷീണിച്ചവരെ ബലപ്പെടുത്തണമേ. എന്നെക്കുറിച്ചുള്ള ദിവ്യ പദ്ധതികളെല്ലാം പൂർത്തിയാക്കുവാൻ ദൈവകൃപ എന്നോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന ഉറച്ച വിശ്വാസം ഓരോ ഹൃദയങ്ങളിലും നാഥ പകരണമേ. പ്രതിസന്ധികളിൽ വിശ്വാസത്തിൽ ഇടറിപ്പോകാതിരിക്കാനും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാനും പ്രത്യാശയുടെ ആത്മാവിനെ നാഥ എല്ലാ ഹൃദയങ്ങളിലും പകരണമേ. ഞങ്ങളുടെ ജീവിതം പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കാൽവറി ബലിയിലൂടെ പാപികളായ ഞങ്ങൾക്ക് നിത്യരക്ഷയും വീണ്ടെടുപ്പും നേടിത്തന്ന കർത്താവായ യേശു ക്രിസ്തുവിന് നന്ദിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അവിടുത്തെ അനന്ത സ്നേഹവും മഹാകൃപയും ഞങ്ങളുടെ ഹൃദയങ്ങളെ എന്നും വിനയത്തിലും ആരാധനയിലും നിലനിർത്തുമാറാകണമേ. ആമേൻ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.